മഴത്തോട് മുമ്പിലെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ രോഹത്തിനാണെങ്കിൽ അലീനാണെങ്കിലും നല്ലതുപോലെ ശുശ്രൂഷിച്ചൊക്കെ ആണെങ്കിൽ പഴയ രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അസുഖമൊക്കെ മാറ്റി പഴയ രീതിയിലൊക്കെ അലീനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ രോഹത്തിനെ. പിന്നെ ശിവശങ്കറിൻ്റെ അടുത്താണെങ്കിൽ മനു പറയുന്നുണ്ട് അലീനെ അവിടെ നിന്നിട്ട് മാറ്റാനും പറ്റത്തില്ല. വൈജയ ആൻറ്റി ആണെങ്കിൽ അവിടെ ഇട്ട് താമസിക്കാത്തതുമില്ല. നമ്മളെ ബാലേന്ദ്രൻ അങ്കിളാണെങ്കിൽ വൈജയ ആൻറ്റിയെ ഭാര്യയായിട്ട് കാണത്തതുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു പിടുത്തമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മനു ആണെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ശിവശങ്കറിൻ്റെ അടുത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മളെ രേവതിക്കുട്ടിയാണ് കേട്ടോ. രേവതിക്കുട്ടി നല്ല കട്ട കലിപ്പിലിരിക്കുക കേട്ടോ. നമ്മളെ മാമച്ചനാണെങ്കിലും ഗ്രേസമ്മയാണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണെങ്കിൽ വന്നിട്ട് അവർ കുറച്ച് ലേറ്റായൊക്കെ വരുന്നുണ്ട്. വന്നിട്ടാണെങ്കിൽ ഒരു റൂമിൽ കയറി ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ രേവതിക്കുട്ടി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ രേവതിക്കുട്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ രേവതിക്കുട്ടി ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടിയാണെങ്കിൽ സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളെ ഗ്രേസമ്മ വന്നിട്ടാണെങ്കിൽ രേവതിക്കുട്ടിയാണെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമാണോ കാര്യങ്ങളാണോ എന്നൊന്നും അറിയാനും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണേ.